ചിലരെ നമ്മൾ ചില സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്താണ് കാണുന്നത്. അതിലൊരാളാണ് ബോബി ചെമ്മണ്ണൂർ. നമ്മളെന്താ പറയുന്നത്? ഒരു മർഡോണയെ കുറിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് കോമാളിയാകുന്ന ഒരാൾ, പിന്നെ ഏത് വേദിയിലും കയറി എന്ത് തോന്നിയാസവും പറയുന്ന ആള്, അതായത് ദ്വയാർത്ഥമുള്ള ഡയലോഗുകൾ അടിച്ചുകൊണ്ട് എന്തും പറഞ്ഞ് എന്താ പറയുക, വൾഗറായിട്ട് സംസാരിക്കുന്ന ആള്, പിന്നെ പരസ്യം അവരുടെ ജുവലറി അല്ലെങ്കിൽ മറ്റേ ബിസിനസിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ചളിപ്പ് പറയുന്ന ആള്, ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒരു കോമാളി, ഇത്രയൊക്കെ പണമുണ്ടായിട്ടും വെറുതെ കോമാളി അടിച്ച് നടക്കുന്ന എന്തോ ഒരാൾ, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് ഫാൻസ് ഉണ്ടോ? MA യൂസുഫ് അലിക്ക് ഫാൻസ് ഉണ്ടോ? ഇതുപോലെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ കാരുണ്യത്തിന്റെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് MA യൂസുഫ് അലിയാണ്. അദ്ദേഹത്തിന് പോലും ഇതുപോലൊരു ഫാൻസ് ഇല്ല. എങ്ങനെ ബോബി ചെമ്മണ്ണൂരിന് ഫാൻസ് ഉണ്ടായി? കേരളത്തിൽ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് അവിടെ ആള് കൂടുകയാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമാ നടന് കിട്ടാത്ത ഒരു പരിവേഷമാണ്. ഇങ്ങനെ പരിസരബോധമില്ലാതെ പെരുമാറുന്ന ഒരു കോമാളിക്ക് എങ്ങനെയാണ് ഇത്രയധികം ഒരു താരപരിവേഷം കിട്ടിയത്? അത് അദ്ദേഹം ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഇരുചെവി അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു മഹാസംഭവം, അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയ സംഭവം, അത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് പുരോഹിതന്മാർ, ഒരുപാട് ബിസിനസ്സുകാർ, ഒരുപാട് മത മേലധ്യക്ഷന്മാർ, അങ്ങനെ സാമൂഹ്യ സമുദ്ധാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം പേർ, അവർക്കാർക്കും തോന്നാത്തതാണ് ഈ കോമാളിക്ക് തോന്നിയത്. പക്ഷെ ആ കോമാളിയുടെ തോന്നൽ, ആ കോമാളി തന്റെ വണ്ടിയും എടുത്തുകൊണ്ട് തെണ്ടാൻ ഇറങ്ങിയപ്പോൾ അതൊരു ചരിത്രത്തിലേക്കുള്ള ഒരു വരവാണെന്ന് ഒരുപക്ഷെ ആരും ധരിച്ചിട്ടുണ്ടാവില്ല. സുരേഷ് ഗോപി പോലും ഈ പണം സ്വരൂപിക്കാൻ താമസമെടുക്കും എന്ന് മനസ്സിലായിക്കൊണ്ട് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള തീയതി ഒന്ന് നീട്ടിക്കിട്ടണം എന്ന് സൗദി സർക്കാരിനോട് അപേക്ഷിക്കാൻ, കാലുപിടിച്ച് പറയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് വേണ്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവിടുത്തെ നിയമമാണ്, അതനുസരിച്ചുള്ളൊന്നില്ല, നമുക്ക് പറയാമെന്നേ പറ്റൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ 2-4 ദിവസം ബാക്കി നിൽക്കെ കേവലം 2 ദിവസം കൊണ്ട് ആ പറഞ്ഞ 34 കോടി രൂപ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂർ എന്ന കോമാളിയുടെ വിജയം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരത്തിൽ കോമാളിത്തം കാണിക്കുമ്പോൾ അവർക്ക് ഫാൻസ് ഉണ്ടാകുന്നത് സ്വാഭാവികം. ഇവിടെ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ കളിയാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ആരാണ് നമുക്ക് എപ്പോഴാണ് ഉപകരിക്കുന്നത് പറയാൻ പറ്റില്ല. ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിൽ ചില രാഷ്ട്രീയ കഥകൾ കാണുന്നു എന്നുള്ളതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, കാട്രപ്പിക്ക് കൊടുക്കാനുള്ള ആ 44 കോടിയിൽ ഒരു സംഘപരിവാറിന്റെ പണമില്ല എന്ന്. സത്യത്തിൽ സങ്കടം തോന്നി ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം BJP, RSS, മറ്റ് സംഘപരിവാറുകാർ, അങ്ങനെ ഒരുപാട് പേർ ഇതിലേക്ക് പണം നിക്ഷേപിച്ചു, പലരും കൊടുത്തു. മനുഷ്യനെന്ന നിലയിലാണ്. അബ്ദുറഹീം എന്നൊരു മുസ്ലിമിനെ കൊലയ്ക്ക് കൊടുക്കാനോ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ രക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല അവരത് ചെയ്ത്. ഒരു മനുഷ്യ സ്നേഹം, ആ മനുഷ്യനെ രക്ഷിച്ചെടുക്കണം എന്നതുകൊണ്ട്, അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ആരാണെന്ന് നോക്കാതെ അയാളെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോട് കേരളം ഒരുമിച്ച് പിടിച്ചതിന്റെ റിസൾട്ടാണ്. അതിനിടയിൽ പോലും ചില വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ആ പ്രൊഫൈലിൽ നിന്ന് പോയി നോക്കി. അതിൽ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ചില പദവികളൊക്കെ വഹിക്കുന്ന ആളെന്നൊക്കെയാണ് കാണുന്നത്. ശരിയാണോ ഫേക്ക് പ്രൊഫൈലാണോ വെറുതെ എഴുതി വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. പ്രൊഫൈൽ ലോക്കാണ്. ഏതായാലും അത്തരത്തിലുള്ള വിഷവിത്തുക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്, അതെല്ലാ വിഭാഗത്തിലുമുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് നമ്മളോട്ട് സംസാരിച്ചിട്ടുണ്ട്, പലരും പണം അയച്ചിട്ടുണ്ട്. അതിൽ BJPക്കാരുണ്ട്, സംഘപരിവാറുണ്ട്, RSSകാരുണ്ട്, പലരും ഉണ്ട്. എനിക്കറിയാവുന്ന, വ്യക്തിപരമായിട്ട് നേരിട്ടറിയാവുന്ന പലരും വിളിച്ച് പറഞ്ഞു, കുട്ടോട്ടി നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ, അതിൽ നമ്മൾ പങ്കാളിയായില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ, നമ്മൾ മലയാളികളല്ലേ, നാളെ നമുക്ക് ഈ അവസ്ഥ വരില്ല എന്ന് ആര് കണ്ടു? ഇത് മലയാളിയുടെ മനസ്സാണ്. ഇത്തരത്തിലുള്ള ചില വിഷവിത്തുകളുടെ കാര്യം ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി മലയാളികളെല്ലാം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുപിടിച്ചതിന്റെ, അതായത് ഒന്നിച്ച് മനസ്സ് കൂട്ടിപ്പിടിച്ചതിന്റെ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഉമ്മ കഴിഞ്ഞ 18 വർഷമായി ഒരു ചടങ്ങിലും പോയിട്ടില്ല. തൻ്റെ മകൻ ജയിലിലാണ്, ജീവനോടെ തിരിച്ചു വരുമോ ഇനി കാണാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ ഒരു അവസ്ഥയിൽ അവരെ കാത്തിരിക്കുന്ന ആൾക്കാർ, അവരുടെ വേദന ശരിക്കും അവർക്കേ അറിയുള്ളൂ. നമുക്കത് കാണാനൊക്കെ രസമാണ്, അത് അവരെ വീട്ടിൽ എങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് നമ്മൾ സാധാരണഗതിയിൽ അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി വർഗീയത കാണുന്ന ഏത് മതസ്ഥരായിക്കോട്ടെ എല്ലാവരും കണക്കാ, എല്ലാത്തിലും കുറച്ചെണ്ണം ഉണ്ട് ഇങ്ങനെ വർഗീയത പറയാൻ. ഇതിപ്പോൾ RSSനെ വിമർശിക്കാൻ ഇപ്പുറത്ത് കുറെ എണ്ണം ഉണ്ട്, ഇപ്പുറത്ത് കുറെ എണ്ണത്തിന് വിമർശിക്കാൻ അപ്പുറത്തും കുറെ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. രണ്ട് തരത്തിലുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, വാഗ്വാദവും അടിപിടിയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും റഹീമിനെയോ രാമനെയോ രക്ഷിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അത് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചില സന്ദർഭത്തിൽ പണം തന്നെ വേണം. ഇവിടെ അബ്ദുറഹീം ആയതുകൊണ്ട് ഇങ്ങനെ പെരുമാറി ഒരുപക്ഷെ ചില പ്രൊഫൈൽ പറഞ്ഞെന്ന് വരാം. ഇതേ സ്ഥാനത്ത് മറ്റു പലരെയും രക്ഷിച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ജാതി മതമൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ തർക്ക വിതർക്കങ്ങൾ നടക്കുമ്പോഴും എതിർപ്പ് നടക്കുമ്പോഴും മലയാളികൾ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു തീപ്പൊരി വേണം. അതായത് ഏത് മഹത്ത് കാര്യം ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു മന്ദബുദ്ധിന്റെ തലയിൽ ഒരു കുരുട്ടുബുദ്ധി ഉദിക്കണം. അങ്ങനെ ഉദിച്ചത് നമ്മളൊക്കെ കോമാളി എന്ന് വിളിച്ച ബോബി ചെമ്മണ്ണൂരാൻ. അദ്ദേഹം കൊടുത്തു വെച്ചിട്ടുള്ള അസാധ്യമെന്ന് കരുതിയ ഒരു തീപ്പൊരി പിന്നീട് ആള് കത്തുകയായിരുന്നു. പിന്നെ ഏത് വഴിയൊക്കെയാണ് പോയതെന്നോ ആരൊക്കെയാണ് ഷെയർ ചെയ്തതെന്നോ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പോയതെന്നോ ഒന്നും പറയാൻ പറ്റൂല. അമ്മാതിരി പോക്കാണ് അത് പോയത്. ആ പോക്ക് പോയതോടുകൂടി സംഗതി കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു. 5 കോടി രൂപ കൂടി വേണം എന്ന് പറഞ്ഞ് 5 കോടി രൂപ മതി ഇനി എന്ന് പറഞ്ഞ് നിമിഷം ആകുന്നതിന് മണിക്കൂർ ആകുന്നതിന് മുമ്പ് ആ 5 കോടിയും കവിഞ്ഞു പോയി. അവസാനം ഇനി പണം വേണ്ട എന്ന് പത്രസമ്മേളനം നടത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഒരു തീപ്പൊരി അത് ആളിക്കത്താൻ, കാരുണ്യത്തിന്റെ ഒരു തീപ്പൊരിയാണ്, അത് ആളിക്കത്താൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു തീപ്പൊരി ഇടാൻ ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിവിനെ അല്ലെങ്കിൽ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ നമിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അദ്ദേഹം ഏത് കോമാളിയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിന് എന്താണ് ചെയ്യുന്നത്, യൂസ്ഫുൾ ഓർ നോട്ട്, നമ്മുടെ സമൂഹത്തിന് എന്താണ് അയാൾ ചെയ്യുന്നത് അത് മാത്രം നോക്കിയാൽ മതി. ആ അർത്ഥത്തിൽ അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ട് അത് വളരെ വലുതാണ്. അത് ഏറ്റെടുത്ത ആ മനസ്സോടുകൂടി പല അക്കൗണ്ടുകളിലായി പല ഭാഗത്തിൽ നിന്നും, അത് പള്ളികളിൽ പിരിച്ചിട്ടുണ്ട്, അമ്പലങ്ങളിൽ പിരിച്ചിട്ടുണ്ട്, ചർച്ചുകളിൽ പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ മഹലിലും പിരിവുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും പിരിവ് നടന്നിരുന്നു. അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് ജാതി മത രാഷ്ട്രീയ മറ്റ് യാതൊരു വ്യത്യാസവുമില്ലാതെ ചില കീടങ്ങൾ ഒഴികെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ചില കീടങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്നതിൻ്റെ ഒരു ഫലമാണ്, മലയാളിയുടെ ഒരുമയുടെ ഫലമാണ് റഹീമിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി കേരളത്തിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ കാണാനും ശിഷ്ടകാലം സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനും കഴിയട്ടെ. അതുപോലെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ഒരു തീപ്പൊരി കൊണ്ട് തുടക്കം കുറിച്ച ബോബി ചെമ്മണ്ണൂരിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനും അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും വളർച്ച ഉണ്ടാകട്ടെ. അതുപോലെ ഇതൊക്കെ മാതൃകയാക്കിക്കൊണ്ട് സാമൂഹ്യ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇത് മൂന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും.